സ്വാമിജി, ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാരെ മനസ്സിലും വരുന്ന ഒരു ചോദ്യമാണ്, മഹാഭാരത യുദ്ധം യഥാർത്ഥത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സ്വാമിജി, അവസാന ചോദ്യമാണ്. സ്വാമിജി പറഞ്ഞതെല്ലാം കേൾക്കുമ്പം എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, മഹാഭാരത യുദ്ധം യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന്. എന്താ സ്വാമിജിക്ക് പറയാനുള്ളത്? മഹാഭാരത യുദ്ധം നടന്നതാണോ അല്ലയോ എന്നതിന് എന്റെ വ്യക്തിപരമായ ഒരു ഉത്തരം, പലർക്കും പല കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമായിരിക്കാം. ഒന്ന്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ ദ്വാരകയിൽ പോയിട്ടുണ്ട്, ഹരിയാനയിൽ പോയിട്ടുണ്ട്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതുപോലെ അനവധി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇടവന്നിട്ടുമുണ്ട്. അപ്പോൾ ദ്വാരകയിൽ അവിടെ ഒരു വലിയൊരു എക്സ്കവേഷൻ നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒരു ഡിസ്കവറി ഒക്കെ നടക്കുകയുണ്ടായി. പണ്ട് കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ദ്വാരക എന്ന് പറയുന്ന രാജ്യമുണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നു, അത് കടലിൽ പോയി, അത് കടലിൽ പോയിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തിയപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ ചിരപുരാതനമായ കുറെ കൊട്ടാരങ്ങളുടെയൊക്കെ കല്ലുകളുടെയൊക്കെ കെട്ടുകളൊക്കെ കാണുന്നുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ വളരെയധികം അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണന്റെ കാലഘട്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശിലകൾ നമുക്ക് ചില ഉത്തരങ്ങളൊക്കെ തരും. അതേപോലെ നിങ്ങൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോയി നോക്കുമ്പോൾ അവിടെ നല്ലൊരു മ്യൂസിയം ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അവിടെ പോയി നോക്കാം. ആ മ്യൂസിയത്തിൽ ഒരു 5000 years മുമ്പ് ഉപയോഗിച്ച ആയുധങ്ങളുടെയൊക്കെ പല ആയുധങ്ങളുടെയും കഷ്ണങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ അവർക്ക് ഖനനം ചെയ്ത് കിട്ടിയതാണ്. ഇത്തരം ചരിത്ര വസ്തുതകൾ, അങ്ങനെ ഒരു ചരിത്ര സത്യം നടന്നിരുന്നു എന്നതിന് യാതൊരു തർക്കവും സംശയവുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് പറയുന്നത്. എന്നാൽ ആ കഥ അതുപോലെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ സഹജമായൊരു സ്വഭാവമാണ് ഏത് കഥയും ഇത്തിരി ഊതി വീർപ്പിക്കും. അത് നമുക്കൊക്കെ ഉള്ളൊരു കഥ. ഇപ്പം നമ്മുടെയോടൊക്കെ നമ്മുടെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ 80% മസാലയായിരിക്കും, ബാക്കിയൊക്കെ നമ്മൾ അല്ലേ, അത് സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും ഇത്തിരി പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അത് പറയുന്നവരാണ്. കാരണം അത് പറയുമ്പോഴേ അതിനൊരു രസമുള്ളൂ, അല്ലെങ്കിൽ അതിന് രസമില്ല. അത് ഭാഗവതത്തിൽ തന്നെ ഒരു രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ നാരദ മഹർഷി വ്യാസഭഗവാനോട് പറയുന്നുണ്ട്, അങ്ങ് വ്യാസഭഗവാനെ, അങ്ങ് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് അങ്ങ് വിപുലീകുരു എന്ന് വിപുലീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ 12ാം സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില് 14ാമത് ശ്ലോകത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. കഥായിമംസ്തേ കഥിതാഹിരാജൻ വിതായ ലോകേഷു യശപ്പരേയുഷം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. പറയുന്നത് ഇതാണ്, ഞാൻ അങ്ങയ്ക്ക്, ശ്രീ ശുക ബ്രഹ്മർഷി പറയുന്നു, പരീക്ഷത്ത് മഹാരാജാവേ, ഞാൻ അങ്ങയ്ക്ക് ഭാഗവതത്തിലെ അനവധി കഥകളൊക്കെ പറഞ്ഞു തന്നു. ഈ കഥകളൊക്കെ വിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങയിൽ ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് അങ്ങയ്ക്ക് മാനസികമായൊരു വികാസം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ കഥകളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നതു പാരമാർത്ഥ്യം, പൂർണ്ണമായി സത്യമല്ല. പാരമാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സത്യമല്ല. പിന്നെ എന്താണത്? വചോ വിഭൂതി, കുറെയൊക്കെ എൻ്റെ കുറെ വിഭൂതിയാണ്. വിഭൂതി പറഞ്ഞാൽ കുറെയൊക്കെ ഞാൻ കുറെ അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചത് തന്നെയാണ്. ഒരു ആശയത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറെയൊക്കെ അതിൽ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് അത്. ഞാൻ എപ്പോഴും ഈ കഥയെ ഓർക്കുക പണ്ടത്തെ മുത്തശ്ശിമാരുടെ ഈ കുട്ടികളെ ഉറക്കുന്ന കഥ പോലെയാണ്. മുത്തശ്ശിമാര് പലപ്പോഴും പല കഥകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യം കഥ പറയലല്ല, കുട്ടികളെ ഉറക്കലാണ്, അല്ലെ? എന്തെങ്കിലുമൊക്കെ പണ്ട് മുത്തശ്ശി പറയായിരുന്നു, എൻ്റെ കുട്ട, ഈ ഗ്രാമത്തിൽ പണ്ടുണ്ടല്ലോ നിന്റെ മുത്തശ്ശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മുഴുവൻ കാടാണ് ചുറ്റും, എവിടെ നോക്കിയാലും കാട്. അപ്പോഴേക്കും കുട്ടി, മുത്തശ്ശി കാട്ടിൻ്റെ ഉള്ളിൽ മുത്തശ്ശൻ മാത്രം. അതേ കുട്ട, നിന്റെ മുത്തശ്ശൻ ഒരു ദിവസം അതാ രാവിലെ പല്ല് തേക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് 10 പുലി. ഇത് കേൾക്കുമ്പോഴേക്കും കുട്ടി 10 പുലി. മുത്തശ്ശൻ 10 പുലിയുടെ അടുത്ത് പോയി പൂച്ചയുടെ അടുത്ത് നിൽക്കാൻ ധൈര്യമില്ലാത്ത ആള്. എന്നിട്ടാണ് 10 പുലി. അല്ലടാ 10 പുലി, നുണ പറയല്ലേ മുത്തശ്ശി. മുത്തശ്ശൻ അങ്ങനെ പുലിയുടെ മുന്നിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. മുത്തശ്ശന്റെ ജീവിതത്തിൽ പുലിയെ കണ്ടിട്ടുണ്ടാവില്ല. 10 പുലി ഉണ്ടാവില്ല, നുണ പറയരുത് മുത്തശ്ശി. എന്നാ 10 ഉണ്ടാവില്ലായിരിക്കും, 9 ഉണ്ടാവുള്ളൂ. എടാ മുത്തശ്ശി നുണ പറയല്ലേ, 9 ആവില്ല, നുണ പറയാണ് മുത്തശ്ശി. അപ്പൊ 8 ഉണ്ടാവുള്ളൂ. നുണ പറയല്ലേ മുത്തശ്ശി, സത്യം പറ, 7 ഉണ്ടാവുള്ളൂ. പറഞ്ഞ് 5 ഉണ്ടാവുള്ളൂ, 4 ഉണ്ടാവുള്ളൂ, 3 ഉണ്ടാവുള്ളൂ, 2 ഉണ്ടാവുള്ളൂ, 1. ഒരു പുലിയില് മുത്തശ്ശി നുണയാണ് പറയുന്നത്, നല്ല ഉറപ്പാണ്.
സത്യത്തിൽ പുലിയായിരുന്നു മുത്തശ്ശി? എനിക്ക് സംശയം, അത് പുലിയായിരുന്നോ എലിയായിരുന്നോ എന്നുള്ളത്. അവസാനം പറഞ്ഞു വരുമ്പം എലിയിലെത്തുന്നു. അപ്പോഴേക്കും ഈ കുട്ടി ഉറങ്ങി. അപ്പൊ ഇതാണ് ലക്ഷ്യം. ഇതുപോലെ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മളെയൊക്കെ മാനസികമായി ഉയർത്താനാണ്. ആ ഒരു സാരം ഗ്രഹിക്കാൻ, അതിന്റെ സന്ദേശം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് മഹാഭാരതം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇല എണ്ണികളാണോ അതോ പഴം കഴിക്കുന്നവരാണോ? ഇത് രാമകൃഷ്ണ പരമഹംസർ ചോദിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തോട് ആരോ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞു, ഇല എണ്ണാതെടോ പഴം കഴിക്കണോ എന്ന്. അതായത് മാമ്പഴത്തോട്ടത്തിൽ പോയാൽ മാമ്പഴത്തിന്റെ ഇല കഴിച്ചിട്ട് ഇത് മൂവാണ്ടനാണോ ഇത് തത്തച്ചുണ്ടനാണോ മാങ്ങാച്ചുണ്ടനാണോ എന്ന് പറയാതെ പഴുത്ത് കിടക്കുന്ന പഴം എടുത്തിട്ട് അടിക്കണോ താൻ. ഇതുപോലെ ഈ സംഭവം നടന്നതാണോ എന്നതല്ല മുഖ്യം, ഇത് നമ്മളെ എത്രമാത്രം പരിവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. ഒന്ന് ചരിത്രമാണ്, മറ്റേതൊന്ന് ജീവിതത്തെ പരിവർത്തനം വരുത്തുന്ന സത്യവുമാണ്. ചരിത്രം ഉണ്ടായോ ഇല്ലയോ എന്നത് വെറുതെ തർക്കിച്ച് സമയം കളയരുത്. കാരണം ഒരു ഭാഗം ഉണ്ടായിട്ടുള്ളതാണ്, ബാക്കി ഭാഗം അതിൽ ആഡഡ് ആണ്. അത് ഏത് കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ജീവിതത്തിലുണ്ട്. സ്വന്തം ജീവിത ചരിത്രത്തിൽ കുറെ സംഭവിച്ചിട്ടുണ്ട്. കുറെ കഥകൾ നമ്മൾ മിനുക്ക് പണികളൊക്കെ ചെയ്ത് ആഡ് ചെയ്യും. ഉണ്ടോ? കുട്ടിക്കാലം എങ്ങനെ, എന്റെ കുട്ടിക്കാലത്ത് എന്തൊരു സുഖമായിരുന്നു, എന്ത് രസമായിരുന്നു. നമുക്കേ അറിയുള്ളൂ സത്യം കുട്ടിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പലതും നമ്മൾ നടക്കാത്ത കാര്യം എക്സാഗറേറ്റ് ചെയ്ത് പറയാൻ നമ്മളെപ്പോലെ കഴിവുള്ളവർ ലോകത്തിൽ ആരുമില്ല. അപ്പൊ കുറെയൊക്കെ നമ്മൾ മിനുക്കും അതിന്റെ മുകളിൽ, ആണോ? അതാണ്. ഇതേപോലെ തന്നെയാണ് മഹാഭാരതത്തിലെ ഒരു ഭാഗം നടന്ന കഥയാണ്, ഒരു ഭാഗം മിനുക്കുപണികളാണ്. നിങ്ങൾ ആ മിനുക്കുപണികളെ കണ്ട് ഇത് നടന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കഥകളും ഈ കഥകളുടെ മിനുക്കുപണികളും അല്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ ഉയർത്താൻ കിട്ടുന്ന ഒരു അസുലഭ ഒരു സൗഭാഗ്യമാണ്. കാരണം ഈ കഥകൾക്കുള്ളിലൊക്കെ ഒരു സാരസമ്പത്തുണ്ട്. ഈ സാരസമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. അതാണ് വ്യാസഭഗവാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ പറയുന്നത്, കഥയ്ക്ക് പിന്നാലെ പോവരുത്, ചരിത്രത്തിന്റെ പിന്നാലെ പോവരുത്, അതിന്റെ പിന്നിലുള്ള തത്വത്തിന്റെ പിന്നാലെ നിങ്ങൾ പോവും, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അപ്പോഴാണ് ഈ മഹാഭാരതം പോലുള്ള ഇന്നത്തെ വിശിഷ്ട ഗ്രന്ഥങ്ങൾ നമ്മുടെ മാനുഷികമായ ജീവിതത്തിന് ആവശ്യകരമായ ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റുകളായി, സ്പിരിച്വൽ മാനേജ്മെന്റ് ടെക്സ്റ്റുകളായി മാറ്റാൻ നമുക്ക് സാധിക്കുക. അതായിരിക്കണം നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനാവട്ടെ എന്റെയും നിങ്ങളുടെയും ശ്രമം.